ഞാന് ഇന്ന് വേറൊരു വെരി എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ആയിട്ടാണ് വന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്. അബോണ്ടിനെ പണിയെടുപ്പിക്കുക. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പം അതുകൊണ്ട് അബോണ്ടോടെ വന്ന് നമ്മൾ ചില്ലി ചെയ്യാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എന്ത് ടൈപ്പ് ചിക്കൻ ആണ് അബോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ കറിയാണ്. അവിടെ തന്നെ കാണിച്ചോ? ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം. അവിടെ തന്നെ കാണിച്ചോ? ചിക്കൻ കറിയാണ്. ഫ്രൈ ചിക്കൻ കറി. ഫ്രൈ ചിക്കൻ കറി ഞങ്ങളിത് കേട്ടിട്ടുണ്ടോ? അബോണ്ടിന്റെ സ്പെഷ്യൽ സാധനമാണ്. എന്റെ സ്പെഷ്യൽ ഒന്നും അല്ലാത്ത ആർക്കോ ചെയ്തിട്ടുള്ള റെസിപ്പി ആണ്. അബോണ്ട് ചെയ്ത സ്പെഷ്യലാവും. എന്റെ കൊച്ചിന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് ചിക്കൻ എങ്ങനെ കൊടുത്താലും എന്റെ ബാപ്പുമോള് കഴിച്ചോളൂ. അബോണ്ടിന്റെ റെസിപ്പി അടിപൊളി ആയതുകൊണ്ടല്ലേ. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ഒരുപാടായില്ലേ വ്ളോഗിങ് നോക്കിയിട്ട്? എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? എങ്ങനെയുണ്ട്? സെൽഫ് ഇൻഡിപെൻഡന്റ് ക്വീൻ യാസ്ലേ അങ്ങനത്തെ ആൾക്കാരുണ്ടോ? അതായത് ബാഡീസ് പറഞ്ഞ ബാഡ് ആൾക്കാരൊന്നുമല്ല. അബോണ്ടൻസിന് എക്സാമ്പിൾ അപ്പൊ ബാഡി എന്നെ പൊക്കാൻ തുടങ്ങി ബാപ്പു. ചിക്കൻ ബാഡിയോട് ബാഡി എന്തെങ്കിലും കിഡ്നി വല്ലതും വേണോ ചോദിക്കേണ്ട സീന. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എപ്പോഴും ഞാൻ എപ്പോഴും പറയില്ല, ഐ എം എ വെരി ലക്കി ആണ്ട്. എന്റെ തെറാപ്പിയാണ് ബാപ്പു. ഓക്കെ, അപ്പൊ നമ്മുടെ റെസിപ്പി എന്തൊക്കെയാണ് ചുമ്മാ കാണിക്കാം അല്ലെ. ഫസ്റ്റ് ഇത് കാണിച്ചിടാം. ഇവിടെ നമുക്ക് ഒരുപാട് സാമഗ്രികളും കാര്യങ്ങളും ഇല്ല. പക്ഷെ ഇതെന്നാലും ജസ്റ്റ് ഒന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ വെച്ച് ചിക്കൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മറ്റേ ചെറിയ ഫ്രൈ. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ഇവിടെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കാണ്. കാരണം ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. വൃത്തിയില്ല മറ്റേ പറയണ്ടത്. എനിക്ക് ഫോൺ വേണം, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൾസ് വിളിക്കാൻ. ഇതെങ്കിലും തരും അതിൽ വീഡിയോ എടുക്കും. അപ്പൊ ഇത് ഫോൺ വേണം. ഇമ്പോർട്ടൻറ്റ് കോൾസിന് ഇത് തരാൻ പറ്റില്ല. ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിലെ ബാക്കി വീഡിയോ എടുക്കാൻ വേണമെങ്കിൽ വേണ്ട. പാപ്പയുടെ ഫോൺ എടുത്തോളാം ഞാൻ. ഇതിലും എപ്പോഴും ഇൻഡൻസിറ്റി വരാൻ പറ്റുന്ന ഇതിലേ ഇൻഡൻസിറ്റി ഇടയ്ക്ക് വരും. എന്താ ഇവിടെ നടക്കണ? ആക്ച്വലി ചിക്കൻ അബോണ്ടഡ് സ്പെഷ്യൽ ചിക്കൻ. ഇതിന്റെ പിച്ചക്കാരി എപ്പോഴും നിൽക്കണം. ഒന്ന് സത്യമായിട്ട് ഇത് സ്റ്റൈലാണ്. ഞാനിന്ന് ഫുൾ ഡേ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. എന്ത് വർക്ക്? മ്യൂസിക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബിസി ആയിരുന്നു ഞാൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂല. ഇതില്ലല്ലോ പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ഇപ്പോഴൊക്കെ കുറച്ചു നേരം ഫ്രീ കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ ബ്ലോഗ് ചെയ്യും. എനിവേസ് നിങ്ങൾ കുറച്ച് മാറിയുന്ന വിശേഷമൊക്കെ പറയും. ഈ സാധനമൊക്കെ എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. കാരണം അവിടെ ഇന്ന് കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ വറക്കുന്നതിന്റെ ശബ്ദം കാരണം നിങ്ങൾക്കൊന്നും കേൾക്കില്ല. അപ്പൊ കുറച്ച് വീട്ടിലത്തെ വിശേഷങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഒരു ചെയർ. ഞാൻ പറഞ്ഞ ആ സാധനം ഇത് കണ്ടോ? ഒരു കൊട്ടണ സാധനമാണ്. ഇവിടെ ഇങ്ങനെ കൊട്ടും. ഈ റെഡ് കളർ സാധനത്തിൽ നമ്മൾ കൊട്ടും. പിന്നെ ഈ സാധനം നമ്മൾ ഇടും. അടിപൊളിയല്ലേ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? എന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോ ആൾക്കാർ കണ്ട് ബോറടിക്കൂടി. ഞാൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ്? അബോണ്ടിന്റെ സ്കൂളില് the most mischievous thing you did? Oh, and you didn't get caught. എന്റെ ടീച്ചേഴ്സ് വല്ലതും ഇത് കാണുകയാണെങ്കിൽ അവരാലോചിക്കുന്നുണ്ടോ, എന്റെ പൊന്നെ ആ കൊച്ചു ഇപ്പൊ എന്തൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. ഐ ഗോട്ട് കോട്ട് ഫോർ എവറിത്തിങ് ഐ ഡിഡ് ആൻഡ് ഐ ഡിഡ്ന്റ് ഡു. അതായത് ഞാൻ മറ്റേ അതുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഫ്രണ്ടില് ഞാൻ ചെയ്യാത്ത കാര്യമാണെങ്കിലും പിള്ളേർക്ക് വിഷമമാണെങ്കിൽ മുമ്പിൽ വന്നിട്ട് ടീച്ചർ എന്താ ഞാൻ ഇടപെടണമെന്നൊക്കെ ചോദിച്ചു വലിയ ആളെ വിളിക്കുന്ന ആളെ. അങ്ങനെ അത് ബാഡി ആയത്. ബാഡി അങ്ങനെ ബാഡി ആയത്. ഞാനൊരു ഇനാക്ട്മെന്റ് ചെയ്തരാം. എന്താണ് നടക്കണേ? എന്റെ ആൾക്കാരെ നിങ്ങൾ വിഷമിച്ചാ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ അബോണ്ട കാണിച്ച് ഈ പറയണ എന്റെ ആൾക്കാര് അബോണ്ട ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ അബോണ്ടനെ ഇട്ട് കൊടുത്തു. പക്ഷെ ഞാനൊരു ദിവസം ആബ്സെന്റ് ആയി വരുമ്പോ തിരിച്ചു വരുന്ന ദിവസം ഞാൻ ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയും. അത് ഞാൻ ഇല്ലാത്ത ദിവസമാണെന്നൊന്നും ടീച്ചേഴ്സിന് അറിയേണ്ട കാര്യമില്ല. അവരപ്പോ തന്നെ അഭിരാമിയാണോ? ഓക്കെ ശരി. അങ്ങനെയായിരുന്നു. നമുക്ക് വലുതാകുമ്പോ തീർക്കല്ലതിന് ടീച്ചേഴ്സിനല്ലാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയുന്നത്. അബോണ്ടയുടെ സ്കൂൾ ലൈഫിൽ അബോണ്ട കുറെ
കുറുമ്പ് കാണിച്ചിട്ടുണ്ട്, അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അബോണ്ട കാണിക്കാത്ത കുറെ കുറുമ്പ് അബോണ്ട തലയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പാടില്ല. അതാ ബാഡ് ചെയ്യുമ്പോ അങ്ങനെ കുറച്ച് വിഷയമുണ്ട് കേട്ടോ. എല്ലാവർക്കും ജെല്ലസിയാണ്. അടിപൊളിയായി കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ആൾക്കാരായിട്ട് അറ്റാച്ച്ഡ് ആവാം കേട്ടോ. ട്രസ്റ്റ് ചെയ്യണ ഫ്രണ്ട്സിനെ ആണെങ്കിലും വെരി 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 കൺസേൺഡ് ആയിട്ട്, കൊച്ചു മാത്രമല്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ട്രസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ ട്രസ്റ്റ് ചെയ്യാം. നോട്ട് എവറി ഫ്രണ്ട് ഇസ് എ ഗുഡ് ഫ്രണ്ട് അല്ലേ? പിന്നെ ബാഡ് ചെയ്യാം. അതെ, എന്നെപ്പോലത്തെ ഒരു ഗുണ്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിലെന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാലും എന്റെ സമയത്ത് അങ്ങനെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. നമ്മളുള്ളപ്പോ എന്തിനും പേടിക്കണം. എന്നെ അധികം ഉണ്ടില്ലല്ലോ അല്ലേ? ആദ്യത്തെ എനിക്ക് ഇതന്നെ ഞാൻ പറയാം, സ്കൂളിൽ എനിക്ക് ഇങ്ങനെ അല്ല, അബ്ബോന്റെ ഉള്ളപ്പോൾ ആർക്കും നമ്മള് തൊഴാൻ തോന്നില്ല. അബ്ബോൺ അത്ര സ്ട്രോങ് അല്ലേ? സ്ട്രോങ് വുമൺ. അപ്പൊ നമുക്ക് നമ്മുടെ കറിയിലേക്ക് തിരിച്ചു വരാം. സ്ട്രോങ് വുമൺ അതെന്താ, ഞാൻ ചെയ്യാണ്ട് പാപ്പ ഒന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ എന്തൊക്കെയാണ്. ഇപ്പൊ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. ഇത് ടൊമാറ്റോ, അത് ചില്ലി പോലത്തെ സാധനം. അത് ചില്ലി പോലത്തെ സാധനം, ചില്ലി ആണെങ്കിൽ ചില്ലി പോലത്തെ സാധനമാണെന്ന് പറയാമല്ലോ. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ട്, പിന്നെ ഇതുണ്ട്. ഓക്കെ, നമ്മൾ ഇതിലിങ്ങനെ ഇട്ടിട്ട് കുറച്ച് അണിയ നമ്മളിങ്ങനെ ഗുർഗിർന്ന് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഗുർഗിറായി പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കുറച്ച് മസാലയിലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിർഗിർ ചെയ്ത ഓണിയൻ നമ്മൾ ഇതിലിട്ടിട്ട് നമ്മൾ സോട്ടേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ട്. ഈ പേസ്റ്റ് എവിടെയോ ഇടും. ഇട്ടായിരുന്നു, ഇടും, ഇട്ടിരിക്കും. പിന്നെ എന്താ, നമ്മളിത് ഒന്ന് കുറച്ച് അവന് തന്നെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് ആരോ എവിടെയോ ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതിന് അപ്പൊ നമ്മുടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ജസ്റ്റ് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് സവാള സോട്ടെ. അത് കഴിഞ്ഞ് തക്കാളി, പച്ചമുളക്, സോൾട്ട് ബേ നമുക്ക് ചെയ്യാം. തക്കാളി, പച്ചമുളക്. ഇവിടെ മല്ലിയിലൊന്നും സാധനങ്ങൾ ഇവിടെ ഇല്ല. പക്ഷേ അബ്ബോണ്ട് എന്ത് ഉണ്ടെങ്കിലും അടിപൊളി ഫുഡാണ്. ആൾക്കാർ ഈ കൊച്ചിങ്ങനെ പറയണോ, അത് കേട്ട് നിക്കണം. അവൾക്കെങ്കിലും ഒന്ന് ആ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞോടെ ഇങ്ങനെ അബോണ്ടിനെ. എനിക്ക് ഞാൻ ഇത്രയും അടിപൊളിയായ പേഴ്സണിന് ഇത്രയും കോംപ്ലിമെന്റ്സ് കിട്ടണം. അപ്പൊ നമുക്കിനി തിന്നാമോ? ഇല്ലല്ല, ഞാൻ പറഞ്ഞേ പച്ചക്ക് വെച്ചാലോ ചുറ്റു തിന്നാൻ നോക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിവിടെ നിർത്തിയിട്ടേ ചിക്കൻ ഏകദേശം ആവുമ്പോ ആൾക്കാരെ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് പോലെടുക്കും. അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. എനിക്കറിയാം, പക്ഷെ ഞാനൊന്ന് അബോണ്ടിക്ക് അറിയാമെന്ന് നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. എനിക്കിതൊക്കെ അറിയാം. എന്ത് ചെയ്യാനാ, ഞാൻ ഭയങ്കര പാടിയത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ എന്റെ റെസിപ്പി ആണോ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ആൾക്കാർമാരെ സിഗ്മാസ് ചിക്കൻ കറി is ready. Not ready, but just almost ready. It's almost ready. നമുക്കൊരു 5 minutes കൂടെ ക്ലോസ് ചെയ്ത് ഒരു മിനിറ്റ്സോ കണ്ടോ ആണ് നമ്മുടെ കറി. കണ്ടതിന് ചിലപ്പോൾ എനിക്കൊരു ഭംഗിയും രുചിയൊക്കെ കിട്ടുമായിരിക്കും. ഞാനൊരു സ്വയം ഭംഗിയാണ് വിചാരിക്കരുത്, കിട്ടും. റെസിപ്പി ചെയ്താട്ടോ. തീയുണ്ട് കുക്കറിൽ കേട്ടോ. അബ്ബോണിയുടെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും അടിപൊളി. You can open my chicken curry. You can also open. നമുക്ക് ടുഗദർ ചെയ്യാം. Come on. ഇല്ല, നമുക്ക് ചെയ്തോ. 3, 2, 1. Oh God! Oh my God! Oh my God! ചോറിനോട് കുറച്ച് അടിപൊളിയായിരിക്കും. അതെ അതെ. ആ ചിക്കൻ കാല് ചപ്പാത്തി വരുമ്പോൾ ചോറുണ്ടാമേ ഉച്ചക്കത്തെ ബാക്കി
അമ്മാമ്മ ഭയങ്കര ബിസി കോളിലാണ്. ചേച്ചി ചോറുണ്ടോ? ലെഗ് നമുക്ക് ചപ്പാത്തി വരുമ്പോ എടുക്കാം. അബോണ്ട് ഇട്ടെന്നോ? അബോണ്ട് is the best cooker. ഇടയ്ക്ക് ചീറ്റുന്നു. കുക്കർ വെരി ഹോട്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ അബോണ്ട് ഹീറ്റും കോൾഡൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അബോണ്ടാണ് ഇത് കഴിക്കാൻ. കഴിക്ക്. Oh my god! Oh my god! Oh my god! Oh my god! Oh my god, guys! അടിപൊളി! Oh my god! Oh my god! അല്ല അവളങ്ങനെ ക്ഷണിക്കണേ. വരുമ്പോ ഒക്കെ പാപ്പം കൊടുക്കാൻ വേണ്ടി പറയണമെന്ന്. അടിപൊളിയാണ്. പറ, അത് ഞങ്ങളുടെ അപ്പൊ ഇന്ന് ഞാനിത് പോയി ഇനി എൻജോയ് ചെയ്യട്ടെ. അപ്പൊ ബൈ ആൾക്കാന്മാരെ. ബൈ പറയൂ ഗൈസ്. അല്ല ബൈ ബൈ. ബൈ ബൈ.